ഗൈസ്, നമുക്കൊരു വഴുതനങ്ങ കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് മാത്രം കൂട്ടി നമുക്ക് നന്നായി ചോറ് കഴിക്കാൻ പറ്റും കേട്ടോ. ഇതുണ്ടാക്കാനാണെങ്കിൽ ഭയങ്കര സിമ്പിളുമാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് വേണ്ടി സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഇതിന് മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയുമാണ് വേണ്ടത്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് വഴുതനങ്ങ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു പാനിൽ ഇതൊന്ന് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടി കുറച്ച് ഓയിൽ ഒഴിച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് കൊടുക്കാം. പിന്നെ അതിനുശേഷം നമുക്കിത് മാറ്റി വേറൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്കിതൊന്ന് തൂമിച്ചെടുക്കണം. അതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കറിവേപ്പും ഉള്ളിയും ഇട്ട് ഇതൊന്ന് തൂമിച്ചെടുക്കണം. ആ തൂമിച്ചാൽ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിന് മുന്നേ നമുക്ക് തൈരാണ് വേണ്ടത്. തൈര് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ടുണ്ട് ഞാൻ. അതൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് ആ വഴുതനങ്ങ ഫ്രൈയിലേക്ക് അതിട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ തൂമിച്ചതും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വഴുതനങ്ങ കറി ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. ഉപ്പില്ലെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ കറി റെഡി.